വേറെ ഒരു ന്യായീകരണം പറയും. ആ ന്യായീകരണമാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറഞ്ഞു, തിമോത്തിയോസേ, നിൻ്റെ ഈ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് നിൻ്റെ വയറ് അൾസർ പിടിച്ചു, പെപ്റ്റിക് അൾസർ വരെ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിൻ്റെ ഈ ഉദരരോഗത്തെ പ്രതി നീ ഇത്തിരി വീഞ്ഞു കുടിച്ചോ, വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ എന്നുള്ള ഈ നിർബന്ധമൊക്കെ മാറി ഇത്തിരി വീഞ്ഞു കുടിച്ചു. ഈ രണ്ട് ബൈബിൾ ഉദ്ധരണികൾ, ബാക്കി ബൈബിളിൽ എന്തുമാത്രം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അവർക്ക് ബാധകമല്ല. ഇത് രണ്ടും മനഃപ്പാടമാക്കി വെച്ചിരിക്കുക, ന്യായീകരണമാണ്. എന്നിട്ട് പറയും കർത്താവ് അനുവദിച്ചൊരു കാര്യമാണെന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് പാലസ്തീനായിൽ, മധ്യപൂർവ്വ ദേശങ്ങളിൽ, ഈ ഈശോയുടെ നാട്ടിൽ ഈ വീഞ്ഞ്, ഇത് മദ്യമായിട്ടല്ല ഈ ഈശോയുടെ കാലത്ത് ആ കാലത്ത് കരുതിയിരുന്നത്. മദ്യം എന്ന് പറയുന്നത് വിനാഗിരി ചേർത്ത വീഞ്ഞാണ്. എന്നാൽ ഈശോയുടെ കാലത്തെ മേശയുടെ ഭാഗമാണ് നമ്മുടെ നാട്ടിൽ സംഭാരം കണക്ക്, അല്ലെങ്കിൽ സാധാരണ വെള്ളം കണക്ക്. അവരുടെ മേശയുടെ ഭാഗമാണ് ഈ വീഞ്ഞ്, ലഹരിയില്ലാത്ത വീഞ്ഞ്. മാത്രമല്ല, ഇതൊരു മരുന്നും കൂടെയാണ്. ശരീരത്തിന് അവിടെ രണ്ട് മരുന്നായിരുന്നു പ്രധാനമുണ്ടായിരുന്നത്. ഒന്ന് വീഞ്ഞ്, രണ്ട് എണ്ണ. വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ എണ്ണ, കൂടുതൽ പോകുന്നെങ്കിൽ വീഞ്ഞ്. ശരീരത്തിന് മുറിവുണ്ടായാൽ നല്ല സമറിയാക്കാരൻ്റെ ഉപമ, വീഞ്ഞും എണ്ണയും കലർത്തി മുറിവിൽ വെച്ച് കെട്ടി. എന്തിനും ഏതിനും ഒരു മരുന്നായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ വീഞ്ഞ്. എന്നാൽ ഈശോയ്ക്ക് കുരിശിന്മേൽ കിടന്നപ്പോൾ അവർ മദ്യം കൊടുത്തു. വിനാഗിരി കലർത്തിയ വീഞ്ഞ് നീർപ്പഞ്ഞിയിൽ മുക്കി അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. കാരണം അതിദാരുണമായ പീഡകളിലാണ് അവൻ. ഈ വേദന അല്പമൊന്ന് വേണമെങ്കിൽ മറന്നോട്ടെ, ബോധമൊന്ന് മറഞ്ഞോട്ടെ എന്ന് കരുതി ഈശോയ്ക്ക് അവർ അത് കൊടുത്തു. ചാരായം, അതാണ് താഴെ കുരിശിൻ്റെ ചുവട്ടിൽ പടയാളികൾ കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈശോ അത് നിരസിച്ചു.